अस्सलामु अलैकुम वरहमतुल्लाहि वबरकातुह। बिस्मिल्लाह वल्हम्दुलिल्लाह वस्सलातु वस्सलामु अला अशरफिल मखलूक़ीन व अला आलिहि വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയം നിറഞ്ഞ വിദ്യാർത്ഥികളെ, നമ്മൾ ആസാദി കാ മത്വാല എന്ന ഈ പാഠത്തിൽ അവസാനമായി പറഞ്ഞു വെച്ചത് മഹാനായ അബുൽ കലാം ആസാദ് അബുല്ലൈസി എന്ന സർക്കാരി റിപ്പോർട്ടർ അപൂർണമാണ്. അതിൽ വിക്ടർ ഹ്യൂഗോയുടെ പേരൊന്നും പരാമർശിക്കുന്നില്ല. ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞതാണല്ലോ. എന്നിട്ട് വിക്ടർ ഹ്യൂഗോ പറഞ്ഞ ചില വാക്കുകൾ, അത് പ്രസക്തമായ ചില ഭാഗങ്ങൾ അവിടുന്ന് മൗലാന ആസാദ് അവിടുന്ന് പരാമർശിക്കുകയുണ്ടായി. സ്വാതന്ത്ര്യത്തിൻ്റെ വിത്ത് അത് മുളക്കണമെങ്കിൽ അതിന് ധർമ്മത്തിൻ്റെ വെള്ളം തെളിച്ചാലേ അത് മുളക്കുകയുള്ളൂ. ഒരിക്കലും അക്രമത്തിൻ്റെ വെള്ളമാണ് അതിന് തെളിച്ചു കൊടുത്തതെങ്കിൽ അവിടെ സ്വാതന്ത്ര്യം പുലരുകയില്ല എന്ന വാക്കാണ് അവസാനമായിട്ട് പറഞ്ഞത്. അന്നേരത്തെ അബുല്ലൈസ് പറയാണ്, ജൽദി മേ രഹ് ഗയാ ഹോഗ, യാനി മൈ വഹാൻ സെ ജൽദി ഛോഡ് കെ ഗയാ ഹോഗ, ഞാൻ അവിടുന്ന് വേഗം വിട്ടിട്ടുണ്ടാകും. അന്നേരത്തെ മൗലാന ആസാദ് പറയാണ്, ഏക് ജഗ ഓർ ഭി തും ജൽദി മേ ഥേ, ഓർ ഏക് ജഗ, മറ്റൊരു സ്ഥലത്ത് കൂടെ നിങ്ങൾ വളരെ വേഗത കാണിച്ചിരുന്നു. എന്താണത്? തും ലിഖ്തേ ഹോ ഉൻഹോനെ ജയിൽ ജാനെ കി മുസീബത്ത് കോ ബർബാദ് കിയാ ഹെ. തും ലിഖ്തേ ഹോ, നിങ്ങൾ എഴുതുന്നു. ഉൻഹോനെ ജയിൽ ജാനെ കി മുസീബത്ത് കോ ബർബാദ് കിയാ ഹെ, നിങ്ങൾ എഴുതുന്നു. പക്ഷേ അവർ ജയിലിൽ പോകുവാനുള്ള ആ ഒരു മുസീബത്ത്, ആ ഒരു ഇടങ്ങേറിനെ ബർബാദ് കിയാ ഹെ, ആ മുസീബത്തിനെ നശിപ്പിച്ച് കളഞ്ഞിട്ടുണ്ട്. മുഹമ്മൽ ബാത്ത് ഹെ കെ ഗാലിബൻ ഇസ്തറാ ഹോഗ. മുഹമ്മൽ ബാത്ത് ഹെ ഒരു വെറും വർത്താനാണ്, അർത്ഥമില്ലാത്ത വാക്കാണ്. ജുംല ഗാലിബൻ ഇസ്തറാ ഹോഗ, നമ്മുടെ പദങ്ങൾ അധികവും ഇത്തരത്തിൽ തന്നെയാണ് ഉണ്ടാവുക. ഉൻഹോനെ ജയിൽ ഖാനാക്കി മുസീബത്ത് കോ ബർദാശ്ത് കിയാ ഹെ, അവർ ജയിലിൻ്റെ പ്രയാസങ്ങളെ അവർ സഹിച്ചിട്ടുണ്ട്. ഓർ ആപ് മജിസ്ട്രേറ്റ് സാഹിബ് ज़ियादा से ज़्यादा सज़ा जो आपके इख्तियार में है बिला तअम्मुल मुझे दीजिए. എന്നിട്ട് പറയാണ്, ഉൻഹോനെ ജയിൽ ഖാനെ കി മുസീബത്ത് കോ ബർദാശ്ത് കിയാ ഹെ. അവരൊക്കെ ജയിലിൻ്റെ പ്രയാസങ്ങൾ പരമാവധി സഹിച്ചവരാണ്. ഓർ ആപ് മജിസ്ട്രേറ്റ് സാഹിബ്, നിങ്ങൾ മജിസ്ട്രേറ്റ് സാഹിബെ, സിയാദ സെ സിയാദ സസ, പരമാവധി ശിക്ഷ, ജോ ആപ്കെ ഇഖ്തിയാർ മേ ഹെ, നിങ്ങൾ സെലക്ട് ചെയ്യുന്ന പരമാവധി ശിക്ഷ എന്താണോ, ബിലാ തഅമ്മുൽ, ചിന്തിക്കാതെ, ബിലാ ഷക് മുझे ദീജിയെ, എനിക്കും തന്നോളൂ, മുझे ശിക്കായത്ത്, എനിക്ക് ഒരു പരാതിയോ, യാ റഞ്ച്, അല്ലെങ്കിൽ റഞ്ച് എന്ന് പറഞ്ഞാൽ ഒരു ദുഃഖമോ, അല്ലെങ്കിൽ ഒരു ദുഃഖമോ, കോയി എഹ്സാസ് ന ഹോഗ, അങ്ങനെ ഒരു തോന്നലേ എനിക്കുണ്ടാവില്ല. അബ് മൈ സിയാദ വക്ത് കോർട്ട് കാ ന ലൂങ്ക, ഞാൻ കോടതിയുടെ കൂടുതൽ സമയം കഴിക്കുന്നില്ല. യേ താരീഖ് കാ ദിൽചസ്പ് ഓർ ഇബ്രത്ത് അംഗീസ് ബാബ് ഹെ. ഈ ഒരു സംവാദം, ഞാനും അബുല്ലൈസുമായി നടന്ന ഈ സംവാദം ചരിത്രത്തിൻ്റെ വളരെ മനോഹരമായ, മാത്രവുമല്ല ഗുണപാഠമുള്ള ഒരു ചാപ്റ്റർ തന്നെയായിരിക്കും. ജിസ്കി തർത്തീബ് മേ ഹം ദോനോ യക്സാ തോർ പർ മഷ്ഗൂൽ ഹെ. ആ ചരിത്രത്തെ കോർത്തിണക്കുന്നതിൽ നാം രണ്ടുപേരും എന്ന് പറഞ്ഞാൽ അബുല്ലൈസും അബുൽ കലാം ആസാദും രണ്ടുപേരും എക്സാം തോർ പർ, ഒരുപോലെ, ഏക് ജയ്സെ, എക്സാം തോർ പർ എന്നീ ഒരുപോലെ വ്യാപൃതരായിക്കൊണ്ടിരിക്കുന്ന ഒരു ചരിത്രത്തെ കോർത്തിണക്കുന്നതിൽ നാം രണ്ടുപേരുടെയും ഈ സംസാരം അത് വളരെ മനോഹരമായിട്ട് ചരിത്രത്തിൽ കുറിക്കപ്പെടും. ഹമാരെ ഹിസ്സമേ യേ മുജ്രിമോ കാ കട്ടഹ്റ ആയാ ഹെ. എന്നാൽ നമ്മെ പോലത്തെ എന്ന് പറഞ്ഞാൽ മൗലാന അബുൽ കലാം ആസാദ് സ്വാതന്ത്ര്യ സമരക്കാരെ സൂചിപ്പിച്ചുകൊണ്ടാണ് പറഞ്ഞത്. ഹമാരെ ഹിസ്സമേ, നമ്മുടെ ഓഹരിയായിട്ട് വിധിച്ചിട്ടുള്ളത്, യേ മുജ്രിമോ കാ കട്ടഹ്റ ആയാ ഹെ, ഈ കുറ്റവാളികളുടെ കട്ടഹ്റ എന്ന് പറഞ്ഞാൽ
എന്ത് ആ പ്രതിക്കൂട് ആണ് നമുക്ക് നമ്മുടെ ഓഹരിയിൽ ലഭിച്ചിരിക്കുന്നത്. കുറ്റവാളികളുടെ പ്രതിക്കൂടാണ്. കട്ടഹറ എന്ന് പറഞ്ഞാൽ പ്രതിക്കൂട്. തുമാരെ ഹിസ്സേമേ, എന്നാൽ അബുല്ലൈസെ നിന്നെ പോലത്തെ വഞ്ചകരുടെ ഓഹരിയായി കിട്ടിയത് മജിസ്ട്രേറ്റ് കി കുർസി, മജിസ്ട്രേറ്റിൻ്റെ ചെയറുമാണ്. മജിസ്ട്രേറ്റ് അന്നേരം മജിസ്ട്രേറ്റ് ഖഫാ ഹോക്കർ, ദേഷ്യം പിടിച്ചിട്ട്, ഖഫാ ഹോക്കർ ഖസബ് ഹോക്കർ അന്നേരം പറയാണ്, മൗലാന മൗലാന നിങ്ങളെ വാക്ക് സൂക്ഷിക്കുക. അദാലത്ത് ഇസ് കുർസി കി തൗഹീൻ ബർദാശ്ത് നഹി കർ സക്തി, കോടതി ഒരിക്കലും ഈ കസേരയെ ഈ ഒരു പൊസിഷനെ നിന്ദിക്കുന്നത് സഹിക്കാൻ സാധിക്കൂല. ബർദാശ്ത് നഹി കർ സക്തി, സഹിക്കാൻ സാധിക്കുകയില്ല. മൗലാന ആസാദ് അന്നേരം മൗലാന ആസാദ് തിരിച്ചു പറയാണ് മജിസ്ട്രേറ്റിനോട്, മേ തസ്ലീം കർത്താ ഹൂँ, ഞാൻ അംഗീകരിക്കുന്നുണ്ട്. कि इसका नाम इस काम के लिए वो कुर्सी भी इतनी ज़रूरी चीज़ है, ഈ ഒരു പണിക്ക് ആ ഒരു ചെയറും ഇത്രമാത്രം ആവശ്യമാണ്. ജിസ് ഖദർ യെ കട്ടഹറ, ഈ പ്രതിക്കൂടി എത്രമാത്രം ആവശ്യമാണോ അത്രമാത്രം ആവശ്യം തന്നെയാണ് ആ ഒരു ചെയറും എന്ന് ഞാൻ ഉൾക്കൊള്ളുന്നു. അഥവാ ഒരു കോടതിയാകുമ്പോൾ ഇതെല്ലാം അത്യാവശ്യമാണ്. ഫിർ മജിസ്ട്രേറ്റ് വോ വക്ത് ആയേഗ, പിന്നെ മജിസ്ട്രേറ്റ് ഇത്തരത്തിലൊരു സമയം വരും. ജബ് ഹം ജഗോं का തബാദുല കരേംഗെ, നമ്മൾ ഈ സ്ഥലം പരസ്പരം കൈമാറ്റം നടത്തുന്ന മറ്റൊരു സമയം വരും. അഥവാ ഇനി ഒരു കാലത്ത് നിങ്ങൾ പ്രതിക്കൂട്ടിലും നമ്മൾ ഈ മജിസ്ട്രേറ്റിൻ്റെ കസേരയിലും ഇരിക്കുന്ന ഒരു കാലം വരും, നമുക്കൊക്കെ സ്വാതന്ത്ര്യം കിട്ടിയിട്ട്. ബെ ആവാസ് ബുലന്ദ്, ഉയർന്ന ശബ്ദത്താലെ പറയുകയാണ്, തും യഹാ ഇസ് കട്ടഹറ മേ ഹോഗെ, നിങ്ങൾ, എന്നിട്ട് മജിസ്ട്രേറ്റിനോട് പറയാണ്, നിങ്ങളായിരിക്കും ഈ പ്രതിക്കൂട്ടിലുണ്ടാവുക. ഓർ ഹം വഹാ ഇസ് കുർസി പർ, നാം അവിടെ ആ ഒരു കസേരയിലും ഉണ്ടാവും. സർക്കാരി വക്കീൽ കി തറഫ് ഇഷാറ കർക്കെ, അങ്ങനെ സർക്കാരി വക്കീലിന് നേരെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട്, ഓർ തുമാരെ ചെഹറോം പർ തുമാരെ ആമാൽ കി പട്കാർ ഹോഗി, നിങ്ങളുടെയൊക്കെ മുഖത്ത്, തുമാരെ ചെഹറോം പർ, നിങ്ങളുടെയൊക്കെ മുഖത്ത്, നിങ്ങളുടെ ഈ പ്രവൃത്തിയുടെ, നിങ്ങളുടെ ഈ വഞ്ചനാപരമായ പ്രവർത്തനങ്ങളുടെ, നിങ്ങൾ ബ്രിട്ടീഷുകാരുടെ ഓശാന പാടിക്കൊണ്ട് നടത്തുന്ന ഈ പ്രവർത്തനങ്ങളുടെ ഫട്കാർ ഹോഗി, ഫട്കാർ എന്ന് പറഞ്ഞാൽ ശകാരങ്ങൾ നിങ്ങളുടെ പ്രവർത്തനങ്ങൾക്കുണ്ടാകും. ഫട്കാർ എന്ന് പറഞ്ഞാൽ ശകാരം, ഫട്കാർ ശകാരങ്ങൾ നിങ്ങൾക്കുണ്ടാകും. അങ്ങനെ മൗലാനാക്കി ആവാസ് ജൂ ഹി ഊഞ്ചി ഹോത്തി ഹെ, മൗലാനയുടെ ആവാസ് ഇപ്രകാരം തന്നെ വീണ്ടും വീണ്ടും ശബ്ദം ഇങ്ങനെ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. മജിസ്ട്രേറ്റ് ഹത്തോഡീസെ, അന്നേരം മജിസ്ട്രേറ്റ്, ഹത്തോഡി എന്ന് പറഞ്ഞാൽ കോടതിയിലുണ്ടാകുന്ന ആ ചെറിയ ചുറ്റിക കൊണ്ട്, ഹത്തോഡീസെ ചെറിയ ചുറ്റിക കൊണ്ട്, മേസ് കോ ഠോക്താ ഹെ, ആ മേശ ഇങ്ങനെ കൊട്ടുകയാണ്. ഠോക്താ ജാത്ത ഓർ ചില്ലാത്ത ഹെ, എന്നിട്ട് ഉറക്കെ വിളിച്ചു പറയുകയാണ് മജിസ്ട്രേറ്റ്, മൗലാന മൗലാന നിങ്ങളുടെ വാക്ക് നിങ്ങൾ സൂക്ഷിച്ചോളൂ. ആ പച്തായെങ്കിൽ, നിങ്ങൾ പശ്ചാത്തപിക്കുന്നുണ്ടോ? അദാലത്ത് ബർഖാസ്ത് കി ജാത്തി ഹെ, നിങ്ങൾ പശ്ചാത്തപിക്കുന്നുണ്ടോ? ഇവിടെ കോടതി ഇതാ പിരിച്ചുവിടാൻ പോവുകയാണ്. ബർഖാസ്ത് കി ജാത്തി ഹെ, പിരിച്ചുവിടുന്നു. ബർഖാസ്ത് കർണ എന്ന് പറഞ്ഞാൽ പിരിച്ചുവിടുക എന്നാണ് അർത്ഥം. അപ്പോൾ നമുക്ക് ഇന്നത്തെ പാഠം ഒരൊട്ടം കൂടെ ഒന്ന് പറയുകയാണെങ്കിൽ, അവസാനം അബുല്ലൈസിനോട് കഴിഞ്ഞ പാഠത്തിൽ പറഞ്ഞത്, നിങ്ങൾക്ക് ആപ്കോ സുൽം ക്യാ ഹെ ഓർ ധർമ്മ ക്യാ ഹെ ഉസ് പർ വാക്കിഫ് നഹി. അന്നേരം അബുല്ലൈസ് പറഞ്ഞ എന്താണ്, ജൽദി മേ രഹ് ഗയാ ഹോഗ, यानी मैं वहाँ से जल्दी छोड़ कर गया होगा. മൗലാന ആസാദ്, എന്നിട്ട് മൗലാന ആസാദ് അന്നേരത്ത് എന്താ പറഞ്ഞത്, ഏക് ജഗ ഓർ ഭി തും ജൽദി മേ थे, तुम लिखते हो उन्होंने जेल जाने की मुसीबत को बर्बाद किया है. तुम लिखते हो उन्होंने जेल जाने की मुसीबत को बर्बाद किया है. मुहम्मल बात है, जुमला गालिबन इस तरह होगा, उन्होंने जेल खाना की मुसीबत को बर्दाश्त किया है और आप मजिस्ट्रेट साहब ज़्यादा से ज़्यादा सज़ा जो आपके इख्तियार में है बिला तअम्मुल मुझे दीजिए. मुझे शिकायत या रंज का कोई एहसास न होगा. अब मैं ज़्यादा वक्त कोर्ट का न लूँगा. ये तारीख़ का दिलचस्प और इबरत अंगेज़ बाब है जिसकी तरतीब में हम दोनों यकसां तौर पर मशगूल हैं. हमारे हिस्से में ये मुजरिमों का कटहरा आया है, तुम्हारे हिस्से में ये मजिस्ट्रेट की कुर्सी. എന്താണ് ഈ സെൻറ്റൻസിൽ പറഞ്ഞത്?
അബുല്ലൈസിനോട് പറയാണ്, തും ഓർ ഏക് ജഗഹ മേ ജൽദി മേ ഥേ, നിങ്ങൾ മറ്റൊരു സ്ഥലത്ത് കൂടെ വളരെ വേഗം കാണിച്ചിരുന്നു. തും ലിഖ്തേ ഹോ और उन्होंने जेल जाने की मुसीबत को बर्बाद किया है. അത്തരത്തിൽ നിങ്ങൾ എഴുതിക്കൊണ്ട് അവരെ ഉന്നൂന്നെ ജയിൽ ജാനയ്ക്ക് മുസീബത്ത് കോ, അവർ എന്ന് പറഞ്ഞാൽ എന്നെ പോലത്തെ, മൗലാന ആസാദ് പറയാണ്, എന്നെ പോലത്തെ ഈ എന്ത് ജയിലിൽ പോകാൻ കൊതിച്ചു നിൽക്കുന്ന ധാരാളം ആരുണ്ട്, സ്വതന്ത്ര സമര സേനാനികളുണ്ട്. അവരുടെ ജയിലിൽ പോവുക എന്ന ആ പ്രയാസത്തിനെ, അവരുടെ ആ ജയിലിൽ പോവുക എന്ന ആ മുസീബത്തിനെ പോലും ബർബാദ് കിയാ ഹെ, നിങ്ങൾ നശിപ്പിച്ചു കളഞ്ഞിട്ടുണ്ട്. അഥവാ നിങ്ങളുടെ എഴുത്തിലൂടെ, നിങ്ങളുടെ ഈ എഴുത്തുകൊണ്ട് അവരെ ഒരിക്കലും നിങ്ങൾക്ക് ജയിലിൽ പ്രവേശിപ്പിക്കാൻ കഴിയില്ല. മുഹമ്മദ് ബാത്ത് ഹെ ജുംല ഗാലിബൻ ഇസ്തറ ഹോഗ, വെറുതെ കുറേ സംസാരങ്ങൾ നിങ്ങളിവിടെ നടത്തിയിട്ടുണ്ട്. നമ്മുടെ പദങ്ങൾ, നമ്മുടെ സംസാരങ്ങൾ അധികവും ഇപ്രകാരം തന്നെ വെറും വർത്തമാനങ്ങളായിത്തീരും. അപ്പോൾ ഇത്തരത്തിലുള്ള സംസാരങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് ഒരിക്കലും എന്നെ ജയിലിൽ പ്രവേശിപ്പിക്കാൻ സാധിക്കൂല എന്നൊക്കെ ഇങ്ങനെ പറയാണ്. ഉനൂന്നെ ജയിൽ ഖാനാക്കി മുസീബത്ത് കോ ബർദാസ്റ്റ് കിയാ ഹെ. ഉനൂന്നെ അവരൊക്കെ എന്ന് പറഞ്ഞാൽ അവിടെ തടിച്ചുകൂടിയ സ്വതന്ത്ര സമര സേനാനികളായ 1000-ലധികം ജനങ്ങളൊക്കെ ഈ ജയിലിനെ എത്രയോ തവണ അവർ സഹിച്ചതാണ്. और आप मजिस्ट्रेट साहब ज़्यादा से ज़्यादा सज़ा जो आपके अख्तियार में है बिला तअम्मुल मुझे दीजिए. പിന്നെ കോടതിയോട്, മജിസ്ട്രേറ്റിനോട് എനിക്ക് പറയാനുള്ളത്, പരമാവധി എനിക്ക് തരാനുള്ള ശിക്ഷകളൊക്കെ തന്നോളൂ. എനിക്കൊരു പരാതിയോ ഒരു വിഷമോ ഒന്നുമില്ല. ഞാൻ കോടതിയുടെ കൂടുതൽ സമയം കവരുന്നില്ല. എന്തായാലും ഇത് ചരിത്രത്തിൻ്റെ വളരെ മനോഹരമായിട്ടുള്ള ഒരു പാഠം തന്നെയായിരിക്കും. എന്തെന്ന് വെച്ചാൽ, ഏതൊരു സമുദായത്തെ കോർത്തിണക്കാൻ വേണ്ടിയിട്ടാണോ ഒരുപോലെ പ്രവർത്തിക്കുന്നത്, അത്തരത്തിലുള്ള ആളിൽ ചില നമ്മളെ പോലത്തെ ആളുകൾക്ക് എന്തായി, കോടതിയിൽ വന്നപ്പോൾ കോടതിയിൽ കുറ്റവാളികളുടെ പ്രതിക്കൂടാണ് ലഭിച്ചതെങ്കിൽ, നിന്നെ പോലത്തെ വഞ്ചകർക്ക് ഇവിടെ മജിസ്ട്രേറ്റിൻ്റെ കസേരയും ലഭിച്ചിരിക്കുന്നു. അങ്ങനെ मजिस्ट्रेट खफा होकर यानी गज़ब करके मौलाना से बात कर रहे हैं, अदालत इस कुर्सी की तौहीन बर्दाश्त नहीं कर सकती. यानी इस कुर्सी को तौहीन करना अदालत की तरफ से बर्दाश्त नहीं करने वाली है. ഈ കസേരയെ നിന്ദിക്കുക എന്നതൊരിക്കലും കോടതിക്ക് അംഗീകരിക്കാൻ സാധിക്കാത്തതാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അന്നേരം മൗലാന വീണ്ടും പറയാണ്, ഞാൻ അംഗീകരിക്കുന്നു, मैं तस्लीम करता हूँ कि इस काम के लिए वो कुर्सी भी इतनी ज़रूरी है. അദ്ദേഹം മൗലാന പറയാണ്, ഞാനൊരിക്കലും ഈ കസേരയെ നിന്ദിക്കുകയല്ല, ഇവിടെ ആ ഒരു മജിസ്ട്രേറ്റിൻ്റെ കസേരയും അതുപോലെ ഈ പ്രതിക്കൂടും രണ്ടും കോടതി എന്ന രീതിയിൽ അത്യാവശ്യം തന്നെയാണ്. അങ്ങനെ വീണ്ടും തിരിച്ചു പറയാണ്, നിങ്ങളെല്ലാവരെയും ഈ പ്രതിക്കൂട്ടിലും ഞാനവിടെ മജിസ്ട്രേറ്റിലും ഇരിക്കുന്ന ഒരു കാലം വരും എന്ന് മൗലാന ഉറക്കെ വിളിച്ചു പറയുകയാണ്. അങ്ങനെ ശബ്ദം ഉയർന്ന സമയത്ത് മജിസ്ട്രേറ്റ് അവിടുന്ന് ചുറ്റികെടുത്തിട്ട് അടിക്കുകയാണ്. എന്നിട്ട് പറയാണ്, മൗലാന ആ പച്തായെങ്കിൽ, നിങ്ങൾ പശ്ചാത്തപിക്കുന്നുണ്ടോ? അദാലത്ത് ബർഖാസ് കി ജാത്തി ഹെ, ഇതോടെ ഈ കോടതി പിരിച്ചുവിടുകയാണ് എന്ന് പറയുന്നു. പർദ ഗിർത്താ ഹെ, അങ്ങനെ പർദ കർട്ടൻ താഴുന്നു. ഇതാണ് നമ്മുടെ പാഠം. നമ്മുടെ പാഠം രചിച്ച ആള് ഇതാ ഇവിടെ ആരാണ്? എഹ്സാനുൽ ഹഖ് എന്ന വ്യക്തിയാണ്. एहसानुल हक का नाम उर्दू ड्रामा निगारों में बड़ी अहमियत हामिल है, यानी बड़ा अहम ड्रामा निगारों में से एक है എഹ്സാനുൽ ഹക്ക്. വലിയ പ്രസിദ്ധരായ ഡ്രാമ എഴുത്തുകാരിൽപ്പെട്ട ഒരാളാണ് എഹ്സാനുൽ ഹക്ക് എന്ന ആൾ. उनके बहुत से ड्रामे स्टेज किए गए हैं, यानी उनके बहुत से ड्रामे ऐसे हैं जो स्टेज में अदा किया गया है. സ്റ്റേജിൽ പെർഫോം ചെയ്യപ്പെട്ട ധാരാളം ड्रामाകളുണ്ട് അദ്ദേഹത്തിന്. रेडियो ड्रामे में भी उन्होंने अपने कमाल दिखाया है, यानी ऐसे ड्रामे भी है जो रेडियो के लिए लिखा गया है और रेडियो में पढ़ाया
पढ़ाया गया है और अपना महारत दिखाया गया है. 9 ഡ്രാമ ഉൻകെ ഡ്രാമോं का मजमुआ है. 9 ഡ്രാമ എന്നത് അദ്ദേഹത്തിൻ്റെ ഡ്രാമയുടെ എന്താണ് കളക്ഷനാണ്. നോവൽ നിഗാരി में भी उन्होंने अपना ജോഹർ ദിഖായ ഹെ. നോവൽ എഴുത്തിലും തൻ്റെ കഴിവ് പ്രകടിപ്പിച്ചിട്ടുണ്ട്. കാലാ ഷഹർ ഗോരെ ലോഗ് ഉൻകാ एक അഹം നോവൽ ഹെ. കാലാ ഷഹർ ഗോരെ ലോഗ് എന്നുള്ള അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു നോവലാണ്. ആപ്പിനെ ജാമിയ മില്ലിയമേ താലിബായി. ജാമിയ മില്ലിയയിലാണ് അദ്ദേഹം വിദ്യാഭ്യാസം നേടിയത്. ഏക് റുസ്സത്തക്ക് BBC ലണ്ടൻ സെ മുൻസലിക് രഹെ. കുറച്ച് കാലയളവ് അദ്ദേഹം എവിടെ കഴിച്ചു കൂട്ടിയിട്ടുണ്ട്? ലണ്ടനിലെ BBCയിൽ കഴിച്ചു കൂട്ടിയിട്ടുണ്ട്. ഇനി സിഫത്ത്. എന്താണ് സിഫത്ത് എന്നത്? ബച്ചോ സെയിൽ കി ഇബാറത്ത് പർ ഗൗർ കീജിയെ. സിഫത്ത് എന്താണ് എന്ന് ഉറുദുവിൽ പഠിക്കാം. താഴെ കാണുന്ന ഇബാറത്തുകളൊന്ന് ശ്രദ്ധിക്കൂ. गुज़िश्ता 2 सालों के अंदर कोई सुबह कोई शाम मुझ पर ऐसी नहीं गुजरी जिसमें मैंने गवर्नमेंट के मज़ालिम का ऐलान न किया. मेरी उम्र 18 बरस की थी जब मैंने ज़िंदगी का बेहतरीन हिस्सा यानी अहद शबाब सिर्फ इसी मकसद के इश्क में क़ुर्बान किया है. ये तो मेरी ज़िंदगी का दायमी मकसद है. इस इबारत में गुज़िश्ता 2-18 बेहतरीन दायमी वगैरह चंद ऐसे अल्फाज है जो उसके बाद आने वाले अस्मा जैसे शाम बरस हिस्सा मकसद वगैरह के औसाफ ज़ाहिर हैं करते हैं. ഇവിടെയൊക്കെ കണ്ടങ്ങളെ ഗുസിഷ്ത കഴിഞ്ഞ 2-18 ബെഹ്തരീൻ ഇതൊക്കെ എന്താകുന്നു? അതിൻ്റെ ശേഷം വന്ന തൊട്ട് ശേഷം വന്ന പദങ്ങൾ അഥവാ ഷാം, ബറസ്, ഹിസ്സ, മഖസദ് ഇത്തരത്തിലുള്ള അസ്മാഇന് സിഫത്തുകളായി വന്നതാണ് ഇതൊക്കെ. ഇവിടെ നോക്കൂ. ഗുസിഷ്ത 2 സാൽ സെ കഴിഞ്ഞ 2 വർഷം. അപ്പോൾ 2 എന്നതിൻ്റെ സിഫത്താണ് ഗുസിഷ്ത എന്നത്. പിന്നെ അതുപോലെ ബെഹ്തരീൻ. ഇവിടെ ബെഹ്തരീൻ എവിടെ? ഗുസരി മേരി ഉമർ 18 ബറസ്. ഇവിടെ 18 ബറസ് 18 കൊല്ലം. പിന്നെ ബെഹ്തരീൻ ഹിസ്സ. ബെഹ്തരീൻ ഹിസ്സ ഏറ്റവും ബെസ്റ്റ് പാർട്ട്. ബെഹ്തരീൻ ഹിസ്സ ബെസ്റ്റ് പാർട്ട്. ആ പാർട്ട് എന്നതിൻ്റെ സിഫത്തായിട്ട് ബെസ്റ്റ് എന്ന് വന്നു. അതേപോലെ ഉറുദുവിൽ ബെഹ്തരീൻ എന്നും. അപ്പോൾ उमूमन किसी इस्म के साथ उसकी खूबियाँ या खामियाँ इजहार करने के लिए इस्तेमाल होने वाले अल्फाज को सिफत कहते हैं. എന്താണ് സിഫത്ത് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഇസ്മിൻ്റെ കൂടെ കിസി ഇസ്മക്കെ സാത്ത് ഏതെങ്കിലും ഇസ്മിൻ്റെ കൂടെ ആ ഒരു ഇസ്മിൻ്റെ നന്മകളോ തിന്മകളോ ഹൂബി ഹാമി അതിൻ്റെ പോസിറ്റീവ്സ് പ്രോസ് ആൻഡ് കോൺസ് വ്യക്തമാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന പദങ്ങളാണ് സിഫത്ത് എന്ന് പറയുന്നത്. സിഫത്ത് की 5 കിസ്മേ हैं. സിഫത്തിനെ നമുക്ക് 5 കിസ്മുകളാക്കി തിരിക്കാം. സിഫത്തെ ज़ाती എന്ന് പറഞ്ഞാൽ अच्छा बुरा दिलकश खूबसूरत बड़ा जैसे अल्फाज एक चीज़ शख्स जगह की ज़ाती सिफात बयान करते हैं. ഒരു വസ്തുവിൻ്റെ ആ വസ്തുവിൻ്റെ തടിയിലുള്ള ആ വസ്തുവിൻ്റെ തടിക്കുള്ള വിശേഷണങ്ങൾ പറയുന്നതിനാണ് സിഫത്തെ ज़ाती. നല്ല അല്ലെങ്കിൽ മോശമായ എന്നൊക്കെ പറഞ്ഞാൽ ज़ाത്തുമായി ബന്ധപ്പെട്ടതാണ്. സിഫത്തെ നിസ്ബത്തി എന്ന് പറഞ്ഞാൽ അവൻ ബംഗാളി, പഠാനി, ജംഗലി, ദേഹാത്തി ജैसे अल्फाज एक इस्म के साथ उसकी होने वाली निस्बत ज़ाहिर करते हैं. ഇവൻ ബംഗാളിയാണ്, ഇവൻ മലയാളിയാണ്, അവൻ പട്ടാണിയാണ്, അവൻ എന്താണ് ജംഗലിയാണ്, അല്ലെങ്കിൽ അവന് ഏതെങ്കിലും ഗ്രാമവാസിയാണ് എന്നൊക്കെ പറയുമ്പോൾ അവൻ്റെ നിസ്ബത്ത് എങ്ങോട്ടാണോ അതിനോട് ചേർത്തിട്ടാണ്. അതുകൊണ്ടാണ് അതിനെ വസ്ഫെ നിസ്ബത്തി എന്ന് പറയുന്നത്. സിഫത്തെ അദദി എന്ന് പറഞ്ഞാൽ 1, 2, 3 ദുഗുന. ദുഗുന എന്ന് പറഞ്ഞാൽ 2 ഇരട്ടി. തീസ്ര എന്ന് പറഞ്ഞാൽ 3ാമത്തെ. ജैसे അൽഫാസ് അസ്മാക്കി ഗിൻതി ബനാത്തെ ഹെ. ഈ ഇസ്മ എത്രാമത്തെ എന്ന് തെളിയിച്ച് കാണിക്കുന്നതാണ് ഇത്തരത്തിൽ കൊണ്ടുവരുന്ന പദങ്ങൾ. അപ്പോൾ ഒരു ഇസ്മിൻ്റെ ഗിൻതി വ്യക്തമാക്കി തരുന്നതാണ് സിഫത്തെ അദദി. അതുകൊണ്ടാണ് അതിനെ സിഫത്തെ അദദി എന്ന് വിളിക്കുന്നത്. സിഫത്തെ മിഖ്ദാരി എന്ന് പറഞ്ഞാൽ തൂക്കം, അളവ്.
1 किलो 4 मीटर 6 लीटर जैसे अस्मा अल्फाज के तोलो ना बताते हैं. ഈ അസ്മാഇൻ്റെ ഏതിനോടാണോ ഇത് ചേർന്ന് വന്നിട്ടുള്ളത് അതിൻ്റെ അളവ് തൂക്കങ്ങൾ വ്യക്തമാക്കുന്നു. അതുകൊണ്ട് സിഫത്തെ മിഖ്ദാരി എന്ന് വിളിക്കും. സിഫത്തെ ജമീരി ഉണ്ട്, ലമീർ ചേർന്ന് വന്ന ये वो तू आप वगैरह ज़माइर जुमलों में सिफत का काम अंजाम देती है, इसलिए उनको സിഫത്തെ ജമീരി कहते हैं. ഇതൊക്കെ ഓരോ ഇസ്മിനോട് ചേർന്ന് വരുമ്പോൾ അതൊക്കെ സിഫത്തുകളായിട്ട് തന്നെ വരുന്നത്. അതിനെ ലമീറുകൾ സിഫത്തെ ജമീരി എന്നാണ് വിളിക്കുന്നത്. ഇനി ഇവിടെ 8 വർക്കുകൾ കൊടുത്തിട്ടുണ്ട്, 8 സർഗർമിയ ആക്ടിവിറ്റീസ് കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തെ എന്താ നോക്കൂ. മൗലാന അബുൽ കലാം ആസാദ് की शख्सी खूबियाँ मसलन जवान मर्दी दिलेरी और वतन परस्ती पर मुख्तसर നോട്ട് लिखिए. മൗലാന അബുൽ കലാം ആസാദിൻ്റെ അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ അദ്ദേഹത്തിൻ്റെ നന്മകൾ, സവിശേഷതകൾ. ഉദാഹരണത്തിന് അദ്ദേഹത്തിൻ്റെ ധീരത, പിന്നെ ദേശീയത, എന്താണ് ദേശസ്നേഹം, അതേപോലെ ജവാൻ മർദി എന്ന് പറഞ്ഞാൽ തൻ്റെ നല്ല പൗരുഷമുള്ളവൻ, അത്തരത്തിലുള്ള സിഫത്തുകളൊക്കെ അതിനെക്കുറിച്ചൊക്കെ എന്ത് ചെയ്യാം, ഷഖ്സി ഹോബിയോം പർ ഒരു മുഖ്തസർ, ഒരു കുറച്ച് നോട്ട് തയ്യാറാക്കാം. അബുൽ കലാം ആസാദിൻ്റെ ഇത്തരത്തിലുള്ള സിഫത്തുകളൊക്കെ ആസ്പദമാക്കിയിട്ട് നോട്ട് തയ്യാറാക്കാം. അപ്പോൾ അതിനെയൊക്കെ തെളിയിക്കുന്ന കഥകൾ നിങ്ങൾ കണ്ടെത്തേണ്ടി വരും. അത് കൂടുതൽ എഴുതാൻ വേണ്ടിയിട്ട് അത്തരത്തിലായിരിക്കണം നിങ്ങൾ എഴുതേണ്ടത്. മൗലാന അബുൽ കലാം ആസാദ് के एक मुजाहिद आज़ादी की हैसियत से तारुफ कराते हुए मुख्तसर नोट लिखिए. മൗലാന അബുൽ കലാം ആസാദ് ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയാണ് എന്ന രീതിയിൽ പരിചയപ്പെടുത്തുന്ന വിധത്തിലുള്ള ഒരു നോട്ട് തയ്യാറാക്കണം. നേരത്തേത് അദ്ദേഹത്തിൻ്റെ ചില പ്രത്യേക സവിശേഷതകൾ, ആ സവിശേഷതകൾ തെളിയിക്കുന്ന കഥകളൊക്കെ ചേർത്തിട്ട് നോട്ട് തയ്യാറാക്കാനാണ്. ഇത് അദ്ദേഹത്തിൻ്റെ പോരാട്ടവുമായി ബന്ധപ്പെട്ടിട്ടാണ്. ഇസ് ഡ്രാമെ കി താരീഖ്, മൂന്നാമത്തത് ഇസ് ഡ്രാമെ കി താരീഖ് അദബി അഹ്മിയത് പർ എക് തൗസീഫി നോട്ട് തയ്യാർ കീജിയെ. ഈ ഡ്രാമയുടെ ചരിത്രപരമായ അതുപോലെ സാഹിത്യപരമായ പ്രാധാന്യം എത്രമാത്രമാണ് എന്ന് വർണ്ണിച്ചുകൊണ്ട്, ഈ ഡ്രാമയെ വർണ്ണിച്ചുകൊണ്ട് ഇതിൻ്റെ ഈ സാഹചര്യം, ഇത് എഴുതാനുണ്ടായ സാഹചര്യം, ഇത് എത്രമാത്രം പ്രാധാന്യമാണ്, സാഹിത്യപരമായിട്ട് ഇത് എത്രമാത്രം പ്രാധാന്യമുള്ളതാണ്, അതുപോലെ ചരിത്രപരമായിട്ട് ഇത് എത്രമാത്രം പ്രാധാന്യമുള്ളതാണ് എന്ന് വർണ്ണിച്ചുകൊണ്ട് ഒരു നോട്ട് തയ്യാറാക്കാനാണ് മൂന്നാമത്തത്. നാലാമത്തത് इस ड्रामे को स्टेज करने से कबल उर्दू ड्रामा निगारी की अहमियत और इसाल हक के अदबी खदमात पर एक ऐलाननामा तैयार कीजिए. ഈ ഇഹ്സാനുൽ ഹക്കിൻ്റെ സാഹിത്യപരമായ സംഭാവനകളെക്കുറിച്ച് ഒരു നോട്ടീസ് തയ്യാറാക്കാൻ, ऐलाननामा എന്ന് പറഞ്ഞാൽ നോട്ടീസ് എന്നാണ് അർത്ഥം. इस ड्रामे का पसंदीदा हिस्सा चुन लीजिए और उसे अदाकारी के ज़रिए पेश कीजिए. അത് നിങ്ങൾ ചെയ്യേണ്ടതല്ല, നിങ്ങൾ കാണിക്കേണ്ടതില്ല. എന്താ വെച്ചാൽ ഇതിലെ ഏറ്റവും രസകരമായ ഭാഗം, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഭാഗം നിങ്ങളൊന്ന് സ്റ്റേജിൽ പെർഫോം ചെയ്ത് കാണിക്കാനാണ്. അത് നിങ്ങൾ ചെയ്യേണ്ടതില്ല. पेश करदा माइमिंग या मिजाहिया मंजर की मुनासबत से एक मुकालमा तैयार करके एक ड्रामे की शक्ल दीजिए. അതും നിങ്ങൾ ചെയ്യേണ്ടതില്ല. അത് പറഞ്ഞതാണ്. ഇവിടെ അവതരിപ്പിക്കപ്പെട്ട മൈമിങ് അല്ലെങ്കിൽ ഇവിടെ സ്റ്റേജിൽ അവതരിപ്പിക്കപ്പെട്ട മൈമിങ് എന്ന് പറയില്ലേ, മോണാക്ട് മൈമിങ് എന്നൊക്കെ, അല്ലെങ്കിൽ ഒരു ഹാസ്യ ഒരു സ്കിറ്റ്, മിസാഹിയ മൻസർ എന്ന് പറഞ്ഞാൽ ഒരു സ്കിറ്റ്, അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ സ്വന്തം ഒരു മുക്കാലമ സംഭാഷണം തയ്യാറാക്കുക. എന്നിട്ടത് ഒരു ഡ്രാമയുടെ രൂപത്തിലാക്കാനാണ് പറഞ്ഞത്. പിന്നെ ഏഴാമത്തത്, അതും 5ഉം 6ഉം നിങ്ങൾ ചെയ്യേണ്ടതില്ല. ഏഴാമത്തത്, अदालत और मुकदमे से ताल्लुक़ रखने वाले अल्फाज जमा कीजिए और उसकी फहरिस्त बनाइए. കോടതിയും കേസുമായി ബന്ധപ്പെട്ട പരമാവധി വാക്കുകൾ നിങ്ങൾ കണ്ടെത്തുകയും അതിൻ്റെ ഒരു കാറ്റലോഗ് ഉണ്ടാക്കുകയും വേണം. അത് നിങ്ങൾ ചെയ്യേണ്ടതാണ്. എട്ടാമത്തത്, अक़साम के लिहाज से चंद सिफ़ात चुन लीजिए
और उनकी ഗ്രൂഹ് ബന്ദി കീജിയെ. നമ്മൾ 6 സിഫത്തുകളുടെ ഇനങ്ങൾ പഠിച്ചു. അതിനെ ഗ്രൂപ്പാക്കി തിരിക്കാൻ, നമ്മുടെ പാഠത്തു നിന്നുള്ള പദങ്ങൾ ഉപയോഗിച്ച് ഗ്രൂപ്പാക്കി തിരിക്കാൻ. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് ചെയ്യാനുള്ളത്. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അടുത്ത പീരീഡ് ആകുമ്പോഴേക്ക് ചെയ്തു തീർക്കുക.